കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നത്തെ അതിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കും. അപ്പൊ ചെറിയ ലാഗ് ഉണ്ടാകും, അത് നിങ്ങൾ ക്ഷമിക്കും. എൻ്റെ അടുത്ത് കാണിച്ചെന്നാണ് ഞാൻ ഒറ്റ പിടിക്ക് കൊള്ളാണ്. ഇവിടെ ഉണ്ടോ ഒരു മാൻഡറിൻ ട്രൈഡറിന്റെ തല ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ സെർവർ എങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാന്ന്, ഈ ബാലൻസ് പൈസ കിട്ടുകയെന്നാണ് ഞാൻ കാണിച്ചത്. രാവിലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കാര്യങ്ങൾക്ക് കിടക്കാം. ഇവിടെ ഞാൻ വെറുതെ ഇൻവെന്ററി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ചെസ്റ്റ്, ഇത് ഈ പിഗ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാലും ഇത് എനിക്ക് എൻട്രപ്പോളും എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു. ഇതിലും അതെ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇത് പിഗ് സ്പോണർ. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്താല് ഇത് ഓപ്പൺ ആയി. സ്റ്റോറേജിൽ പോയി ഫുള്ള് ഇത്ര ഉണ്ട്. ഇത് എൻഡർമാൻ സ്പോണർ. പിന്നെ ഇത് XP ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താല് XP കിട്ടി. ഇത് ഇനി എടുത്താല് ഇതില് എൻട്രപ്പോൾ. പിന്നെ ഈ അപ്പൊ നിങ്ങൾ ഇത് എന്ത് സ്പോണർ? അപ്പൊ ഇത് അയൺ സ്പോണർ ആണ്, അയൺ കോളത്തിന്റെ സ്പോണർ ആണ്. ഇതിന്റെ ഇത് പറഞ്ഞാല് ഈ ചെസ്റ്റ് പറഞ്ഞാല് ഡ്രോപ്പ് യുവർ ഐറ്റം ടു സെൽ ടു ഇത് സെൽ ചെസ്റ്റ് ആണ്. ഇതിത്തെ ഐറ്റം നേരെ ഈ ചെസ്റ്റ്ക്ക് പോകും, ഇതിന് വിൽക്കും. ഇവിടെ ഉണ്ടോ പൈസ കയറുന്നുണ്ടോ? ആ ബാലൻസിന്റെ അവിടെ നിന്ന് തന്നാരെ പൈസ കയറുന്നുണ്ടോ? ഇതിപ്പോ ലെവല് 16 ആണ്. 16 അയൺകോളം ഒരൊറ്റ സ്പൂൺ ആവും. ഇതിൽ 16 ആണ്, ഇതിൽ 9 ആണ്. ഇത് ക്രീപ്പറാണ്, 2 ക്രീപ്പർ ഉണ്ട്. അതന്നെ ഇതിൽ ക്രീപ്പേഴ്സ് സ്പൂൺ ആവും. ഉണ്ടോ അയൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ടോ സെല്ലായിക്കൊണ്ടിരിക്കുന്ന നിൽക്കണം. പിന്നെ വേറൊരു ഐഡിയും കൂടി ഉണ്ട്, പക്ഷെ അത് കുറച്ച് ടാസ്ക് ആണ്. /മൈനിങ് അടിക്കുക, ഇങ്ങനെ വരും. അത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യാം, മൈനിങ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കി എടുത്താല് നമ്മളിങ്ങനെ ഇവിടെ ടെലിപ്പോർട്ട്. ഇവിടെ നിൽക്കട്ടെ, എൻ്റെ ആർമർ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യാം. എനിക്ക് ഫൈറ്റ് ഫുൾ ഡയമണ്ട് എൻചാൻമെന്റ് ആർമറാണ്. എനിക്കൊന്നും എത്തില്ല, എന്റെ ലൈഫ് ഇവിടെ ഉണ്ടോ 26 എന്നുണ്ട്. ആ ആർമറിന്റെ മേലെ ഉണ്ടോ ഗൈസ്? അതാണ് എന്റെ ലൈഫ്. ഇവിടുന്ന് കോൾ ഇങ്ങനെ മൈൻ ചെയ്ത് പറഞ്ഞാല് പൈസ കിട്ടും. എക്സാമ്പിൾ പൈസ പറഞ്ഞോ, കോൾ ഇങ്ങനെ. പക്ഷെ പൈസ ലോ ഒക്കെ അതാ പ്രശ്നം. രണ്ടെണ്ണം കളിച്ചു. ഇവനെ ഒരുത്തനമില്ലാന്ന് തന്നെ എത്ര ഇത്. ഇതിന്റെ ലെവലൊക്കെ 80 ലെവലാണ്. നിങ്ങള് ഈ വീഡിയോ കണ്ട് വരികയാണെങ്കിൽ എന്റെ ടീമിലേക്ക് ചേരാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞേ. പിന്നെ ഞാൻ വേറെ സംഭവം ഇപ്പൊ എന്റെ വീട്ടിലെത്തി. അതെങ്ങനെയാ അറിയാം? /സെറ്റ് ഹോം എന്ന് അടിച്ചതാ. ഇതെടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണ് നമ്മുടെ വീട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ഹോം അടിച്ചുകൊണ്ട് ഇതാക്കാം. പിന്നെ ഹോമുക്ക് വരണമെങ്കിൽ /ഹോം എന്ന് അടിച്ചാല് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഹോമർ അടിച്ചാൽ ഉണ്ടാവും. ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ വരും. അങ്ങനെയാണ് അതിന്റെ പരിപാടി. പിന്നെന്ന് പറഞ്ഞിട്ട് എന്താ ജസ്റ്റ് ഗൈസ് ഫുള്ളി സാധനങ്ങളാണ്. പിന്നെ ഗൈസ് ഈ /ഷോപ്പ് എന്ന് അടിച്ചാല് ഉണ്ടാവും. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഷോപ്പിലുണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് ഗെയിൻ ചെയ്യണമെങ്കിൽ സ്പോണേഴ്സ് വേണം. സ്പോണേഴ്സ് എങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ഗെയിൻ ചെയ്യാം. സ്പോണേഴ്സ്
അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇപ്പോ എന്താണ് 6000 അല്ല എത്രയാണ്? 6000 അല്ലല്ലോ, കിട്ടണില്ല, മറന്നു പോയി. അതൊന്നും വിഷയമുണ്ട. ഷോപ്പ് എടുക്കുക, ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ബ്ലോക്സ് ഇല്ലേ, ബ്ലോക്സും കിട്ടും. പിന്നെ ഇവിടെ പോർഷൻസ് അല്ലേ, വീക്ക്നെസ്സും സ്പ്ലാഷും മറ്റേതും ഇതും. ഇവിടെ ഫുഡ്, ഇവിടെ 600 കഴിച്ചു ഒരു ഗോൾഡൻ ആപ്പിളിന്. ഗോൾഡൻ ആപ്പിൾ കുറച്ച് ഇതാണ്, കുറച്ച് ഫുഡ് കഴിഞ്ഞു. പിന്നെ ഓർസ് ഇവിടെ നമുക്ക് സെല് ചെയ്യാനും പറ്റൂട്ടോ. സെല് ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെല്ല് ഓൾ എടുത്താൽ ഇപ്പം എൻ്റെ അടുത്ത് 15 ഡയമണ്ട് ഉണ്ട്. 15 ഡയമണ്ട് ഇവിടെ സെല്ല് എടുത്താൽ സെല്ലാവും. സെല്ല് ചെയ്യുന്നില്ല. പിന്നെ ഗോൾഡ് അങ്ങനത്തെ ഒക്കെ സെല് ചെയ്താൽ ഇവിടുന്നാണ് ടോട്ടം ചെയ്ത്. ഇവിടെ അതാ എൻട്രി ക്രിസ്റ്റൽ ഉണ്ട്, ട്രൈഡന്റ് ഉണ്ട്, ബ്ലൂ ഷൾക്കർ ബോക്സ് ഉണ്ട്, ഷാഡില് മറ്റേത് ചില്ലറ കാര്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞാൽ അത്ര ഉള്ളൂ. പിന്നെ വേറെ ബോണസ് ചിക്കൻ, ഷീപ്പ്, ഇൻഡിക്കേറ്റർ, സ്നോഗോളം, എൻഡർമാൻ, സ്ലൈമ്, ഓഡിയന്, ഗാസ്റ്റ്, മാഗ്മ, ക്രീപ്പർ, അയൺഗോളം, ബ്ലേസ്, കൗവ്, പിങ്ക്. ഇതിനുള്ള പ്രൈസും ഉണ്ട് നോക്കിയാല്. അയൺഗോളത്തിന് 1,50,000. 50,000 ക്രീപ്പറിന്. മാഗ്മക്ക് 1,10,000. ഇവിടെ വേറെ ഉള്ള ബേസാണ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഉള്ള സ്പോണർ എന്ന് വെച്ചാൽ വിൻഡിക്കേറ്ററും ക്രീപ്പറും ഞാൻ കാണിച്ചത്. ഇവിടെ നിന്നപ്പോൾ തന്നെ വരും കേട്ടോ. അത് ഇപ്പൊ വരും. അപ്പൊ തന്നെ എത്ര പെട്ടെന്ന് വരുന്നുണ്ടോ അതാ, അപ്പൊ ആദ്യം നിൽക്കുന്നില്ല. ആ പോവാ, ഇവിടെ ലാഗ് അടിക്കും. ആ ഏരിയോട്ട് വരാൻ തന്നെ കഴിയില്ല. എനിക്ക് ലാഗ് ഉണ്ടാവില്ല, നിങ്ങളെ വീഡിയോയിൽ കാണണം. നിങ്ങൾക്ക് ഗൈസ് എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ ഗൈസ്, അതാണ് മെയിൻ. നമ്മള് ആരും കളിക്കലില്ല, എക്സാമിന്റെ തിരക്കാണ്. എക്സാം ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ 4 ആൾക്കാർ കളിച്ചിട്ടുണ്ട്, അല്ല 12 ആൾക്കാർ കളിച്ചിട്ടുണ്ട്. റെഡ് ഹോർസിൽ 4 ആൾക്കാർ. ഇപ്പൊ കളിക്കുന്ന എന്റെ ടീംമേറ്റ് ആരുമില്ല. ആരുമില്ല ഗൈസ്. പിന്നെ നമുക്ക് ബാങ്കും ഉണ്ട് കണ്ട. ബാങ്കിൽ ഞാൻ ഇപ്പോൾ 3 കേട്ടിട്ടുള്ളൂ. പിന്നെ വേറെ ബാങ്ക്, ഞാനിപ്പോ റാങ്ക് എന്ന് പറഞ്ഞാല് മെമ്പറാണ്. ഞാൻ മെമ്പർ, സാധാരണ ആള്. എന്റെ റാങ്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ മെമ്പറാണ്, സാധാരണ ആള്. നമുക്ക് റാങ്ക് കൂട്ടണമെങ്കിൽ ഇവിടെ റാംസ് അപ്പ് ടൈപ്പ് ചെയ്യാം, ഫിക്സ്ഡ് എടുക്കുക. അപ്പോൾ ഒരിക്കും 1 മില്യൺ വേണം റാങ്ക് അപ്പ് ചെയ്യാൻ. മാക്സ് റാങ്ക് പറഞ്ഞാൽ എനിക്കൊന്നിന് അൾട്ര ആണ് തോന്നുന്നത്. അൾട്ര തോന്നുന്നു. അൾട്ര മാക്സ് റാങ്ക്. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്നുണ്ട് ചെസ്റ്റ്, അവിടെ നിങ്ങൾക്ക് കിട്ടിയ പൈസ. അതില് നിങ്ങള് ആ അയൺ ഇങ്കട്ട് 21,000 റുപ്യ. ഞാൻ ഇതൊക്കെ വിൽക്കണമെങ്കിൽ ഈ ഗോൾഡിൻ ആണ്. സെൽ ഓൾ ഐറ്റംസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ 144 റുപ്യ കിട്ടി. പൈസ ഉണ്ടാക്കാൻ സിമ്പിൾ ആണെങ്കിലും ഇത്തിരി അവസ്ഥയാണ് പൈസ ഉണ്ടാക്കണമെങ്കിൽ. നോക്കട്ടെ, ഇത് എന്റെ ടീംമേറ്റ് ആണോ? ഒരാളുണ്ട്. നമുക്ക് ഓൻ്റെ അടുത്തേക്ക് TP ചെയ്യണമെങ്കിൽ TP ഇവനെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ TP വരും. അപ്പോൾ ഓൻ പറയും ഓൻ TP അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയില്ല. അറിയാത്ത ആൾക്കാരുണ്ട്, അസംബ്ലി കളിക്കാത്ത ആൾക്കാർ പറയാന്. പിന്നെ സർവൈവൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. കമന്റ് നമ്മൾ ഇടും, സർവൈവൽ ഇടും. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ലൈക്കും ഇതൊക്കെ മറക്കരുത് ഗൈസ്. അക്സെപ്റ്റ് ചെയ്യണില്ലല്ലോ TP റിക്വസ്റ്റ്. നമുക്ക് മെസ്സേജ് ആയിട്ട്
നമ്മളെ 81 ലെവലായിപ്പോ. പിന്നെ വേറെ സംഭവങ്ങളുണ്ട്, സ്കിൽസ് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ടീപ്പ് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ടീപ്പ് ഇട്ട് കെയർസ് റൈമണ്ട് റൈമണ്ട് ഓന്റെ ബേസിലുണ്ടോന്ന് അറിഞ്ഞു. ഓന്റെ ബേസ് ഇതല്ലേ? ഇതാണല്ലോ ഓന്റെ ബേസ്. ഓനതാ. പിന്നെ നമുക്ക് ക്ലൈം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഈ ബ്ലോക്ക് പൊട്ടിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് ക്ലൈം ഇവന്റേതാണ്, ഇവന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ക്ലൈം ചെയ്യാൻ പറ്റില്ല. ഓ ഓന്റെ ബേസ് ഇതാണ് ഗൈസ്. ഹലോ ഹലോ. ഇവന്റെ ബേസ് ഇതാണ്. എന്റെ ബേസ് ഇവിടെ ആയിരുന്നു, ഇപ്പോ കാണുന്നില്ല. ഒരു മിനിറ്റ് കയറിയപ്പോ ഇത് ഇവിടെ ഉണ്ട്. എന്തോ പറയണ്ടേ ചാറ്റില്. എന്താണ് എന്റെ ബേസ് ഇവിടെ ആയിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അറിയില്ല, ഗെയിമിൽ കയറിയപ്പോ ഇത് ഇവിടെ ഉണ്ട്. കമ്മെന്ന് വിളിച്ചിട്ടുണ്ടോ? ഒക്കെ പോയി. ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ ബേസ് ആണ്. ഞാൻ സെർവർ മെയിൻ്റെനൻസ് ഇഷ്യൂ ആണ്. കാരണം ഇവന്റെ ബേസ് ഇവിടെ ആയിനി, പക്ഷെ അത് സെർവർ മെയിൻ്റെനൻസിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് അതൊക്കെ പോയി ഗൈസ്. അത് സെർവർ എന്താണ് വേൾഡ് പോയപ്പോ അത് ഇതിട്ടപ്പോ ഒക്കെ പോയി ഗൈസ്. അത് ബേസ് വന്നില്ല. Who is the creator? Where is my old base? 27 ഹാർട്ട് ഇനിയാട്ടി ഒരു ഹാർട്ട് ഇതിലാണ്. അതിന്റെ ബേസ് കാണുന്നില്ല എന്ന് അറിഞ്ഞേ. ഇവിടെ ഓരോ ബേസ് ഉണ്ട്. സൈൻബോർഡ് എന്റെ നെയിം ആയിരുന്നു. എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ ടീമിലാണ് ചോദിച്ചു. പിന്നെ ഗൈസ് എന്റെ മൗസ് കംപ്ലൈന്റ് ആയി. അത് നിങ്ങൾ അറിയണം. മൗസിന്റെ കംപ്ലൈന്റ് ആയി. ഇത് 20 മിനിറ്റ് മുമ്പ് കേറിയപ്പോ ഇവിടെ ഒന്നും ഉണ്ടായി. എനിക്ക് ആവാനില്ല. സൗണ്ട് ക്ലിയർ ആണോ അതോ ഹിയർ ഓനങ്ങോട്ട് ടീപ്പ് ചെയ്യണം ഒരു കാര്യം ഗൈസ്.
എന്താണ് ഓന് ഇവിടെ അവിടെ ഉള്ള ഒരു വീട് ഓന് ക്ലൈം ചെയ്തോന്. ഞാൻ അറിയണ്ടേ ഓന് ക്ലൈം ചെയ്തതാണോ ഓനാണോ ക്ലൈം ചെയ്തത്? ഓനാണ്, പക്ഷെ എന്തിനാ ക്ലൈം ചെയ്തത് അറിയില്ല. അറിയണമെങ്കിൽ ഇത് പാടാ. അണ്ടാ ഓൻ ഇവിടെ വന്നിക്കണേ. കണ്ടാ 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 ഇത് ക്ലൈമാണ് 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 കണ്ടാ ക്ലൈം ക്ലൈം ഇത് ക്ലൈം ചെയ്തതാ. കേട്ടാ ഒരു ഞാനിപ്പം ഇത് വെറുതെ എടുത്ത വീഡിയോ ആണ്. നിങ്ങളെല്ലാരും സെർവർ കയറിയ ആരും എനിക്കൊന്നും ആരും വീഡിയോ ഒന്നും ആകെ 41 ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സെർവർ കയറിയ സെർവർ ഇത് പൊളിക്കാം സെറ്റാക്കാം. ഞാൻ ഔട്ട്രോ ഓക്കെ ഗൈസ് ഇത്രക്കുള്ള വീഡിയോ. അപ്പം ഇന്നത്തെ ഒരു ഇത്ര ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈ.